യെസ്. സെക്കൻഡ് NDA മോഡൽ എക്സാം ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത് ആസാദ് ആണ്. ആസാദ് ഉണ്ടോ മീറ്റിംഗില്? ആസാദ് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. ആസാദ് സൺഡേ ബാച്ച് ആണ് കേട്ടോ. ആസാദിന് മാത്സിന് 230 ഉണ്ട് ആൻഡ് GAT 418, ടോട്ടൽ 648 മാർക്കാണ്. ഒരു 500 റേഞ്ചിൽ പിന്നെ ആരും വന്നിട്ടില്ല. സെക്കൻഡ് പൊസിഷൻ പരീക്ഷിത്. പരീക്ഷിത് ഉണ്ടോ? പരീക്ഷിത് ട്രിവാൻഡ്രം അല്ലേ? മാർത്താണ്ഡമാണ്. സോറി. ഓക്കെ. പരീക്ഷിത്താണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. മാത്സിന് 178.34. നിങ്ങളുടെ റോങ് നിങ്ങൾ അറിയാത്തത് എന്ന് കുറയ്ക്കുക, അപ്പൊ കുറച്ചുകൂടി മാർക്ക് കയറിയനെ. തേർഡ് പൊസിഷൻ അദിത്രി. അദിത്രി കല്ലേക്കാടല്ലേ? അദിത്രി ഉണ്ടോ? അദിത്രി മീറ്റിംഗിലുണ്ടോ? ഇല്ല. ഓക്കെ. അയിനയാണ്. അയിന കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിന്ന ആളാണ്. അയിനയ്ക്ക് ടോട്ടൽ മാർക്ക് 424. അയിനയുണ്ടോ? നൗ ഫിഫ്ത് പൊസിഷൻ അതുല്യ മോഹൻ. അതുല്യ ഉണ്ടോ മീറ്റിംഗില്? അതുല്യ 412. എനിവേ ഞാനിത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ അത്രയും കുട്ടികൾ ഇപ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടില്ല. ടോട്ടൽ 42. ടോട്ടൽ 42 അല്ല, 49. 49 പേരാണ് എക്സാം എഴുതിയിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാം ക്ലാസ് കഴിഞ്ഞ്. ഓക്കെ. അടുത്ത മോഡൽ എക്സാമിന് ഇതിനേക്കാൾ മാർക്ക് കൂടുതൽ എല്ലാവരും മേടിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പൊസിഷൻസ് നിങ്ങൾ കൂട്ടിക്കൂട്ടി വരിക. നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിനേക്കാൾ കുറച്ചും കൂടി ചേഞ്ച് തോന്നുന്നില്ലേ സെക്കൻഡ് എക്സാം എഴുതിയപ്പോ? തോന്നുന്നില്ലേ എല്ലാവർക്കും? അതുപോലെ ഇപ്പൊ നമ്മളെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് വരുമ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ലേ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്? അയിനയുടെ മാർക്ക് ഉണ്ടായിരുന്നോ? ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എനിവേ കൺഗ്രാറ്റുലേഷൻ ടു ദ ടോപ്പേഴ്സ്. ആസാദ് ആൻഡ് പരീക്ഷിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 50 വരെ ഓൾറെഡി ചെയ്തു. ഡയറക്ഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 51 to 52. Read the question carefully. Consider the following for the two items that follow. The probabilities of A, B, and C become managers are 3/10, 1/2, and 4/5. So there are 3 persons, and the probability that they can become a manager, that is 3/10, 1/2, and 4/5. The probability that the bonus scheme will be introduced if A, B, C become managers are 4/9, 2/9, and 1/3. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നെക്സ്റ്റ് വേറൊരു PDF-ലാണ്. നോട്ട് ചെയ്ത് വെക്കുക. There are 3 persons A, B, C. A have the probability to become a manager 3/10 and B 1/2, C 4/5. The bonus scheme will be introduced if A, B, C have the probability 4/9, 2/9, and 1/3. Note ചെയ്തോ? അമ്മൻ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ. നോട്ട് ചെയ്തോ? Probabilities and
രണ്ട് വാല്യൂസും നോട്ട് ചെയ്തല്ലോ. Then first question, what is the probability that the bonus scheme will be introduced? What is the probability that the bonus scheme will be introduced? Separate mention illa, A, B or C nu parayna mention illa. Total probability, here we want to find the total probability that the bonus scheme will be introduced. How to find the total probability? There are 3 persons, A, B and C. 3 persons, A, B and C, and that probability that A can become a manager. What is the probability? 3 by 3 by 10. 3 by 10. And B? 1 by 2. 1 by 2. Yeah. C? 4 by 4 by 5. 4 by 5. Yes. This is that probability that they can become a manager. And we need to find the probability that the bonus scheme will be introduced. So the total probability that if the bonus scheme will be introduced. So for A, that is 4 by 9. For B, that is 2 by 9. And for C, that is 1 by 3. So how to find the total probability? Total probability that the bonus scheme will be introduced. എങ്ങനെ ചെയ്യണം? How? Parvati, Aina. Miss 3 by 10 into 4 by 9 അങ്ങനെല്ലാം ആഡ് ചെയ്താൽ മതിയോ? അങ്ങനെയെല്ലാം ആഡ് ചെയ്താൽ മതി. Events, there are 3 events, A, B, C, corresponding probability. So we can add, multiply and add. That is 3 by 10 into 4 by 9 plus 1 by 2 into 2 by 9 plus 4 by 5 into 1 by 3. So we get the total probability. What is the final answer? Option C. Option C, right. 23 by 45. 23 by 45. So total probability ചോദിച്ചു കഴിഞ്ഞാൽ we can directly multiply the probabilities and add. Now the next question. If the bonus scheme has been introduced, then what is the probability that the manager appointed was B? So first നടക്കുന്ന event, if the bonus scheme has been introduced, then the probability that the manager appointed was B. So ഇത് ഏത് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം? ഏത് കൺസെപ്റ്റ് ആണ്? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞു. ഇവിടെ ഏതാണ് കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത്? എനിവൺ? ബിയുടെ മാത്രം നോക്കിയാൽ മതിയോ? ഡിയുടെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ആദ്യം ചെയ്തത് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എ ആവാം, ബി ആവാം, സി ആവാം. സോ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് ഈ 3 പേർക്കും ചാൻസ് ഉണ്ട്. അതിൽ നിന്നും we need to pick the chance of B. B കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി. അതിന് വേറൊരു പേരുണ്ടല്ലോ, വേറൊരു ഐഡിയ ഉണ്ടല്ലോ, ഏകദേശം മെത്തേഡാണ്. കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയും അല്ലെ? യെസ്, there is a condition. Condition എന്താണ്? If the bonus scheme is introduced, probability that the manager was B. അപ്പോൾ നമുക്കിവിടെ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇവന്റിനെ ഇ എന്ന് എടുക്കാം. ലെറ്റ് ഇ ബി ദ ഇവന്റ് ദാറ്റ് ബോണസ് സ്കീം introduced. So conditional probability of A given B. A given B the first occurrent event is B. So here first occurrent event the bonus scheme will be introduced and then it was B. So we need to find P of B given E. P of B given E first occurring event ഏതാണ്? E. That is bonus scheme introduced ചെയ്തു, അതിൽ നിന്നും B ആവാനുള്ളത്.
right? So what is P of A given B equation? ചേച്ചി Ah. ഈ പറയുന്നത് ടോട്ടൽ ആണോ? No, E എന്ന് പറയുന്നത് ബോണസ് സ്കീം വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ആ ബോണസ് സ്കീമിന്റെ ടോട്ടൽ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്. അതെ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. Right. So probability of B intersection E by probability of E. B intersection E, that means അത് എത്ര വരും? Probability of B intersection E. Bonus scheme for B. What is the answer? 1/2 into 2/9. Yeah, that is 1/9. 1/2 into 2/9. No. എത്രയാണ് 1/2 into 2/9? 3/10 into 4/9 അല്ല 1/2 into 2/9, right? 1/2 into 2/9 divided by 20, here P of E, that is 23/45. മാം 5/23 ആണോ? 1/9/23 ഈ ആൻസറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ അപ്പോയിന്റഡ് വാസ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ആൻസർ വന്നിരിക്കുന്നത് എ വെച്ചിട്ടുള്ള ആൻസർ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ബി ആണ്, ഇതിന്റെ ആൻസർ ഇതിനകത്തില്ല. 1/9/23/45 വരും. ആൻസർ കീ കൊടുത്തിരിക്കുന്നത് എ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മിസ് യെസ്. ഈ പി ഓഫ് ഇ എന്ന് പറയുമ്പോ അങ്ങനെ 23/40 അത് ടോട്ടൽ എടുത്തല്ലേ? ആ ടോട്ടൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വരാലോ വിത്ത് എ ബി സി. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത അപ്പോയിന്റഡ് വാസ് ബി ആണ്. ബിയുടെ വെച്ചിട്ട് ഓപ്ഷൻ നമുക്കില്ല. എ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ. സപ്പോസ് ദാറ്റ് വാസ് എ, അപ്പോയിന്റഡ് വാസ് എ, then you get the answer. 6/23. 6/23 വരും. സോ ആൻസർ കീയില് എ വെച്ചിട്ടുള്ള ആൻസർ ആണ് കിടക്കുന്നത് 6/23. ഓക്കെ, ബിയുടെ ആൻസർ 1/9/23/45 എത്രയാ? 5/23 അല്ലേ ആൻസർ? 5/23. യെസ്, അത് ഇവിടെ ഉണ്ട്. 5/23 ഓപ്ഷൻ എ ഉണ്ട്. റൈറ്റ്. Now the next question. Question number 3. The arithmetic mean of 100 observation is 50. If 5 is subtracted from each observation and then divided by 20, then what is the new arithmetic mean? Anyone? Arithmetic mean of 100 observation is 50. 5 is subtracted from each observation. Then it is divided by 20. What is the new arithmetic mean? So there are 100 observation. എപ്പോഴും മനസ്സിലാക്കി വെക്കുക, arithmetic mean കണ്ടുപിടിക്കാനായിട്ട് if we add or multiply or subtract or divide the previous observation, അതേ ചേഞ്ചസ് തന്നെ ന്യൂ arithmetic mean വരും.
നമ്മൾ എന്ത് ഇതാണോ ചെയ്യുന്നത്, അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്താണോ നമ്മുടെ പ്രീവിയസ് ഡേറ്റയ്ക്ക് ചെയ്യുന്നത് അതേ ചേഞ്ച് പുതിയ അരിത്തമെറ്റിക് മീൻ വരും. സോ ഇഫ് ദർ ആർ ടോട്ടൽ 100 ഒബ്സർവേഷൻ ആൻഡ് they have the mean 50, 5 is subtracted. So mean 50 ൽ നിന്നും 5 subtracted means total subtracted by 5 and then it is divided by 20 and then it is divided by 20. എപ്പോ എത്ര വരും? എങ്ങനെയാ സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്ത് നോക്കൂ. New mean new mean 50 by 50 minus 5. 5 is subtracted, 20 is divided. So 45 by 20. What is the answer? 9 by 4. Decimal ആക്കി പറ. ഓപ്ഷൻസ് ഉണ്ടോ? ഡെസിമൽ ആണ്. 2.25. 2.25 right answer. Clear? Yes, miss. Okay. Now the next question. If the standard deviation of 100 observation is 10, 5 is added to each observation and then is divided by 20. Then what will be the new standard deviation? Standard deviation addition ചെയ്താലോ subtraction ചെയ്താലോ no change. It's change only if we do the multiplication or division. ഈ രണ്ട് പ്രോസസ്സിൽ മാത്രമേ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ചേഞ്ച് ഉണ്ടാവൂ. അരിത്തമെറ്റിക് മീൻ അല്ല, അങ്ങനെയല്ല. ഏത് ഓപ്പറേഷൻ ചെയ്താലും അരിത്തമെറ്റിക് മീൻ ചേഞ്ച് ചെയ്യും. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, multiplication or division. So here what is the answer? Anyone? 0.5. 0.5, right. Standard deviation is 10. 5 is added, so there is no change. So that remains 10. 20 is divided, so divide by 20. That is 1/2, 0.5. Okay. Clear? Yes. Yes, miss. Okay. Next question. Question number 5. If P of A is equal to 1/3, P of B equal to 1/2, A intersection B 1/4, then what is the value of P of B intersection A complement? B given A complement. P of B given A complement. By the definition of conditional probability, P of B given A complement is what? P of B intersection A complement by P of A complement, right? Using the conditional probability definition. Now, how to find P of B intersection A complement? B intersection A complement. Anyone? We have A, B and A intersection B. B intersection A complement എങ്ങനെ ചെയ്യും? ഫ്രാങ്കോ? 1 minus B intersection A complement ആണ് മാം. 1 മൈനസ് വരണമെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ ദ ഹോൾ കോംപ്ലിമെന്റ് വരണം. ഇവിടെ കോംപ്ലിമെന്റ് എക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡിനോമിനേറ്റർ ഒക്കെയാണ്. പി ഓഫ് എ കോംപ്ലിമെന്റ് മീൻസ് 1 മൈനസ് പി ഓഫ് എ. ദാറ്റ് മീൻസ് ഹോൾ കോംപ്ലിമെന്റ്. ഹിയർ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എക്ക് മാത്രമേ ഉള്ളൂ. Listen, suppose we have two sets A and B. A and B. B intersection A complement is which region? B intersection A complement.
B intersection A complement. ഈ പോർഷൻ അല്ലേ B intersection A complement. A complement that is outside B intersect with B. And so here we need to find this point. That is probability of B minus probability of A intersection B അല്ലേ total B minus A intersection B. Right? ആ region അല്ലേ വരിക? Yeah. Probability of B that is 1/2. A intersection B that is 1/4. 1 minus P of A that is 2/3. Now you can solve. Clear? Yes, miss. Okay. PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല. Now next question. Any doubt in this question? Anyone? Nanda, doubt ഉണ്ടോ? No, miss. Next question. Question number 6. If P of A, P of B and A intersection B is given, what is the value of P of A complement intersection B complement? A complement intersection B complement. It's easy. By De Morgan's law, that is P of A union B the whole complement. And that is 1 minus P of A union B. And what is P of A union B? P of A plus P of B minus P of A intersection B. Correct. P of A plus P of B minus P of A intersection B. Now you can substitute the value and find the answer. എത്രയാ വരിക ആൻസർ 5/12. 5/12. 5/12. എല്ലാവർക്കും കിട്ടിയോ? Yes, miss. Okay. Next question. Question number 7. If two fair dice are tossed, if two fair dice are tossed, then what is the probability that the sum of the numbers on the faces of the die is strictly greater than 7? Two dice are tossed, then what is the total outcome? 36, right? Total outcome that is 36. And sum is greater than 7. Sum is greater than 7 means we can't choose 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. 1, 6 വരെ choose ചെയ്യാൻ പറ്റില്ല. Since suppose 1 choose ചെയ്ത് കഴിഞ്ഞാൽ 1, 6 use ചെയ്താൽ sum is 7, not greater than 7. So starting from 2. First one 2, 6. Yeah. Like that. എല്ലാം പറഞ്ഞേ 2, 6. Then next one 3. 3, 5. 3, 6. 4, 4, 4. 4, 5, 4, 5. 6, 4, 6. 5, 3, 5, 3. 5, 5, 4. 5, 5, 5. 5, 6, 5, 6. 6, Yeah, 6, 2 മുതൽ 6, 6 വരെ 6, 2, 6, 3, 6, 4,
6, 5, and 6, 6. So total, how many? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. So 15 divided by 36. That is 5 by 12. Clear? Is it clear? Yes, miss. Okay, next question. നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അമ്മൻ പഠിച്ചിട്ടില്ല ബൈനോമിയൽ? ഇല്ല. ഓക്കെ, വേറെ ആരെങ്കിലും? പാർവതി ബൈനോമിയൽ പഠിച്ചിട്ടുണ്ടോ? ബൈനോമിയൽ സംഭവം എന്താന്ന് പേര് ഞാൻ എനിക്കറിയില്ല. നിങ്ങളുടെ ബൈനോമിയൽ തിയറം അല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നിങ്ങളിപ്പോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് കറസ്പോണ്ടിങ് ഒരു റാൻഡം വേരിയബിളും അതിന്റെ പ്രോബബിലിറ്റിയും എഴുതുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോ സപ്പോസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് 2 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് സപ്പോസ് ഞാനൊരു കോയിൻ 2 ടൈംസ് ത്രോ ചെയ്തു, 2 ടൈംസ്. അപ്പൊ അവിടെ വരുന്നത് HH, HT, TH ആൻഡ് TT ആ വരിക. ഒരു കോയിൻ 2 ടൈംസ് ത്രോ ചെയ്താൽ എനിക്ക് ഇതിന്റെ പ്രോബബിലിറ്റി, ഞാനൊരു XI എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിനെ അസൈൻ ചെയ്യാണ് നമ്പർ ഓഫ് ഹെഡ്സ്. XI is the number of heads. Then probability distribution means corresponding XI, we can write the probability. That is XI യുടെ values number of heads 0 വരാം, 1 വരാം, 2 വരാം. number of heads 0 വരുന്ന probability 1/4. number of heads 1 വരുന്നത് 2/4, that is 1/2. number of heads 2 വരുന്നത് 1/4. So this distribution is called the probability distribution. Probability distribution. Here mean can be find as probability distribution. Mean is, ആർക്കെങ്കിലും അറിയാവോ what is the mean of probability distribution? No, teacher. Sigma xi pi. That means we have to multiply xi, corresponding xi with the pi, and add mean xi pi. And variance sigma square, that is x square into p of xi, sigma x square into p of xi minus mean square. നമ്മൾ നോർമലി സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്നത് പോലെ തന്നെ വേരിയൻസ് എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഐ മൈനസ് മീൻ സ്ക്വയർ. ദിസ് ഇസ് ദ വേരിയൻസ്. മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ വെച്ചും വേരിയൻസ് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയറും. ദിസ് ഈസ് കോൾഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് വൺ മോർ ഇസ് ദർ. ഇത് ക്ലിയർ ആണോ? Any doubt? No. Okay. നമുക്കിത് അറിയാമായിരിക്കും എന്നാണ് വിചാരിച്ചത്. നെക്സ്റ്റ് വൺ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. Binomial distribution is usually used in the problems connecting two variables. ഇപ്പൊ നമ്മള് probability distribution പറഞ്ഞപ്പോൾ റാൻഡം വേരിയബിൾ മീൻസ് xi-ക്ക് 3 values പോസിബിൾ ആയിരുന്നു, 0, 1, 2, 3. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യനിൽ
സക്സസ് ആൻഡ് ഫെയിലിയർ പോലുള്ള രണ്ട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ വി ക്യാൻ യൂസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ് ആണെങ്കിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം. നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണെങ്കിൽ. നമ്മൾ നേരത്തെ പ്രോബബിലിറ്റിയിൽ പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് ടോസിംഗ് ദ കോയിൻ 2 ആയിരുന്നു, 2 times the coin tossed. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് എ ക്വസ്റ്റ്യൻ കണ്ടൈനിങ് ലൈക്ക് യു ക്യാൻ റിലേറ്റ് ആസ് സക്സസ് ആൻഡ് ഫെയിലിയർ, അതേപോലെ റിലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ട്രയൽസ് ലാർജും ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n ഈസ് ദ നമ്പർ ഓഫ് ട്രയൽസ്, p ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, q ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. Then always p plus q is equal to 1. Always p plus q is equal to 1 total probability. And the binomial distribution probability of x equal to r, that is NCR, p raised to n minus r, q raised to r. NCR, p raised to n minus r, q raised to r. Where r, ഞാൻ r നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ 8 വെച്ച് ചെയ്തു പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. n is the number of trials, p and q can be taken by the question, probability of success and failure. r ipo I will show you. And here the equation for mean np, variance npq, that's very very important. Mean np, n into p, variance npq. Okay. ചേച്ചി ഫസ്റ്റ് പറഞ്ഞത് മനസ്സിലായില്ല. ഇക്വേഷൻസ് മനസ്സിലായി, പക്ഷെ ആദ്യം പറഞ്ഞില്ല എന്തിനാ യൂസ് ചെയ്യുന്നത് അത് മനസ്സിലായില്ല. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചൂസ് ചെയ്യേണ്ടത് ഇഫ് ദ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ലാർജ്. Number of trials is large. Here the question is question number 8 നോക്കൂ. If a man fires 7 times, so number of trials 7 ആണ്. So if the number of trials is large, ഒന്ന്. രണ്ടാമത്തത് if the question can be related to some success and failure, അതായത് രണ്ട് ഓപ്ഷനേ വരൂ. ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം, or you can miss the target. അങ്ങനെ രണ്ട് കേസ്, രണ്ട് ഔട്ട്കംസ് ആണ് അവിടെ പോസിബിൾ. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ യൂസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആകുമ്പോഴാണ് മോസ്റ്റ് കോമൺലി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണ്, ഇപ്പൊ 3, 4 അങ്ങനെ നോക്കുമ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാം, പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, കോയിൻ ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കംസേ വരുന്നുള്ളൂ, ഹെഡും ടെയിലും. പക്ഷേ ഇത് എല്ലാം ആക്ച്വലി എല്ലാ പ്രോബബിലിറ്റീസും വെച്ച് ചെയ്യാം. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും രണ്ട് ഡിസ്ട്രിബ്യൂഷനും യൂസ് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുന്നത്, ഈസിയിൽ കിട്ടുന്നത് ഇങ്ങനെ ചൂസ് ചെയ്താലായിരിക്കും, NCR വെച്ച് യൂസ് ചെയ്യുമ്പോഴായിരിക്കും. So we can discuss this question. ഞാൻ പറഞ്ഞുതരാം. The probability of man hitting a target is 1/5. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ലൈക്ക് ഒരു കോയിൻ ടോസ് ചെയ്തു, എന്നിട്ട് ഒരു ബെറ്റ് വെച്ചു. കോയിനിൽ ഹെഡ് വന്നു കഴിഞ്ഞാൽ വിൻ ചെയ്യും, ടെയില് വന്നു കഴിഞ്ഞാൽ ടോസ് വിൻ ചെയ്യില്ല. അപ്പൊ അവിടെ ഒന്ന് വിന്നിങ്ങും ഒന്ന് എന്താണ് ലോസും ആണ് അല്ലെ. അങ്ങനെ വരുന്ന കേസിലൊക്കെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. നിങ്ങളൊക്കെ അത് മനസ്സിലാകും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അല്ലാത്തതെന്ന് നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഈ ഓപ്ഷൻസ് വരുമ്പോ തന്നെ ഏകദേശം മനസ്സിലാകും. ഈ ഓപ്ഷൻസ് കണ്ടോ, പവർ ഒക്കെ വന്നിരിക്കുന്നത് കണ്ടോ, ദാറ്റ് മീൻസ് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. Probability of a man hitting the target is 1/5. Hitting the target 1/5 means the success probability of success is 1/5. So here we can take P as 1/5. So what is Q? If P is 1/5, then what is Q? 4/5. 1 minus 1/5, that is 4/5. Since we know that P plus Q is equal to 1. Now, what is N here? 7. 7 times. If the man fires 7 times, N is equal to 7. What is the probability that he hits the target at least twice?
അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഇയാൾക്ക് 7 ടൈംസ് ഇയാൾക്ക് ഫയർ ചെയ്യാം. 7 പ്രാവശ്യം ഫയർ ചെയ്യുമ്പോൾ മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇയാള് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. മിനിമം 2 പ്രാവശ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഹി ക്യാൻ അച്ചീവ് ദ ടാർഗറ്റ് സെക്കൻഡ്, തേർഡ് ടൈംസ് അല്ലെ 3 ടൈംസ് അച്ചീവ് ചെയ്യാം, 4 ടൈംസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അങ്ങനെ അറ്റ്ലീസ്റ്റ് ട്വൈസ് മീൻസ് from 2 to 7, right? So here we can choose the value for R as R means the probability of x equal to R. അതായത് എപ്പോഴാണ് കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടത്? What is the probability that he hits the target at least twice? So R can be 2, 3, 4, 5 and 6. Okay, so we need to find probability of x greater than or equal to 2. Probability of x greater than or equal to 2 from 2 to 7. From 2 to 7. Right? This can be find as one total probability minus probability of x is equal to 0 plus probability of x equal to 1. Is it right? Total ഒരു ടാർഗറ്റും ഹിറ്റ് ചെയ്യാതിരിക്കാം ഓർ 1 ടൈംസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അപ്പൊ ടോട്ടലിൽ നിന്നും ഈ 1 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും നോ ഹിറ്റിംഗും വരുന്നത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കേസും മോർ ദാൻ 2 അല്ലേ? കറക്റ്റ്? മിസ് ഒന്നുകൂടെ പറയൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഫയർ ചെയ്യുമ്പോൾ മിനിമം 2 പ്രാവശ്യം ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അതായത് ഇയാൾക്ക് 7 ടൈംസ് ഫയർ ചെയ്യാം. അപ്പൊ ആദ്യ പ്രാവശ്യം ഇയാൾ ഫയർ ചെയ്തപ്പോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴും ഹിറ്റ് ചെയ്തില്ല, ദെൻ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് 2 മുതൽ 7 വരെയാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പ്രാവശ്യം ചെയ്തപ്പോഴും ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, അതാണ് probability of x equal to 0. അടുത്തത് ഒരു പ്രാവശ്യം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ബാക്കി ഒന്നും ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല, അതാണ് probability of x is equal to 1. ബാക്കി എല്ലാ കേസും നമുക്ക് എടുക്കണം. അതായത് 2 പ്രാവശ്യം ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് വേണം, 3 പ്രാവശ്യം ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് വേണം, അങ്ങനെ. അപ്പൊ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് ഫ്രം 2 to 7 ആണ്. 2 ടൈംസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്, 3 ടൈംസ് ആൻഡ് അപ് ടു 7. അത് എല്ലാം ഇത്രയും ടൈംസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ടോട്ടലിൽ നിന്നും ടാർഗറ്റ് ഹിറ്റ് ചെയ്യാത്തതും 1 ടൈംസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്താൽ പോരെ? എല്ലാവർക്കും ക്ലിയർ ആണോ? Everyone? Everyone, is it clear? Yes. നോക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരാൾക്ക് 7 പ്രാവശ്യം ഫയർ ചെയ്യാം, ടാർഗറ്റിലേക്ക് 7 പ്രാവശ്യം ഫയർ ചെയ്യാം. 7 പ്രാവശ്യം ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6, 7. സോ അയാൾക്ക് ആദ്യത്തെ പ്രാവശ്യം ടാർഗറ്റ് മിസ് ചെയ്യുന്നു, ആദ്യത്തെ പ്രാവശ്യം ടാർഗറ്റ് മിസ് ചെയ്യുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഈ 7 ടൈംസും ടാർഗറ്റ് മിസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരാം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ടാർഗറ്റ് മിസ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ടാർഗറ്റ് കിട്ടിയിട്ട് ബാക്കി 6 ടൈംസ് മിസ് ചെയ്യാം, 6 ടൈംസ് മിസ് ചെയ്യാം. ഓർ 2 പ്രാവശ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യാം, ബാക്കിയുള്ള 4 ഹിറ്റിങ്ങും ഫെയിലിയർ ആയിപ്പോയി. ഓർ 3 ടൈംസ് അയാൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം, 3 ഫെയിലിയർ ആയി. ദെൻ 4 ടൈംസ് ചെയ്യാം, 2 ടൈംസ് ഫെയിലിയർ ആയി. 5 ടൈംസ് ആൻഡ് ദെൻ 7 ടൈംസും ആകാം, 7 ഉണ്ട് കേട്ടോ, 7 ടൈംസും ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. ഇത്രയും ടോട്ടൽ പോസിബിലിറ്റീസ് ആണ് അവിടെ വരിക, ശരിയല്ലേ? ദെൻ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? What is the probability that hit the target at least twice? 2 മുതൽ 7 വരെയുള്ള probability ആണ് വേണ്ടത്. Up to 2 to 7. So here we are doing means എന്താണ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ കേസും എടുത്ത് ആഡ് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും നോ ഹിറ്റിങ്ങും ഓൺലി 1 ടാർഗറ്റ് ഹിറ്റിങ്ങും സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ? ശരിയാണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Yes. Okay. Now we can solve. So probability of x greater than or equal to 2 ആണ് കണ്ടുപിടിക്കേണ്ടത്.
probability of x greater than or equal to 2. That means total probability minus probability of x equal to 0 plus probability of x equal to 1. That is 1 minus. Already given that probability of x equal to r. What is the equation? X equal to r vannal NCR p raised to n minus r q raised to r, right? X equal to r, then distribution NCR p raised to n minus r q raised to r. So here first case r equal to 0. So NC0 p raised to n minus r, that is 7 minus 0 q raised to r plus NC1 p raised to n minus 1 q raised to 1. Is it clear? Everyone, is it clear? Yes, teacher. Yeah. Now that is 1 minus 7C0 1 by 5 raised to ഞാൻ p raised to r എന്താ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ p raised to r q raised to n minus r അല്ലേ p raised to n minus r q raised to r. അതൊന്ന് റീറൈറ്റ് ചെയ്യണേ. p raised to r q raised to n minus r ആണ്. p raised to r q raised to n minus r. p raised to r q raised to n minus r. p raised to r q raised to n minus r. Now you can solve. Maybe. Seven C0 7 7C0 1 ആണ്. ഇത് 1 വരും. 4 by 5 raised to 7 plus 7C1 7 into 1 by 5 into 4 by 5 raised to 6. What is the answer? ഇവിടെ വരെ ക്ലിയർ ആണോ? Now you can solve. പാർവതിക്ക് കിട്ടിയോ? ഇല്ല മിസ്. Okay. So listen. 1 minus 4 by 5 raised to 7 into, sorry, plus 7 into 1 by 5 into 4 by 5 raised to 6. So 1 minus 4 by 5, 6 can be taken outside. So remaining 4 by 5 plus 7 by 5. That is 1 minus 4 by 5 raised to 6 into 4 by 5 plus 7 by 5, 11 by 5. So answer C. Okay. Yes, miss. Binomial distribution clear ആണോ? NCR p raised to r q raised to n minus r. Everyone, Franco കിട്ടിയോ? ചെയ്തോണ്ടിരിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ ആണോ? യെസ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടി പറഞ്ഞു തരണോ? Anyone? ചേച്ചി ഇങ്ങനത്തെ ഒരു ചോദ്യം കൂടി ഒന്നുകൂടി ചെയ്യാൻ പറ്റുമോ? വേറെ ചോദ്യം.
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെ? നോക്കട്ടെ. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. BNP ഇങ്ങനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. N ട്രയൻസും P സക്സസും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കാം നിങ്ങളെ കൊണ്ട്. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. എ ബയാസ്ഡ് ഡൈ is thrown 30 times and the number of sixes seen is 8. Number of sixes seen is 8. If the die is thrown further 12 times, find the probability that a 6 will occur exactly twice. A biased die is thrown 30 times, so the number of trials is large, and the number of sixes on the die, the number of sixes seen is 8. If the die is thrown further 12 times, the probability that a 6 will occur exactly twice. 12 times, find the probability that a 6 will occur exactly twice. How we can solve? First, we have to find the value of N, P, Q. Exactly twice means R is equal to 2. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് 2 means from 2 to 7 ആയിരുന്നു, up to N ആയിരുന്നു. So here exactly twice. So what is N here? 30 plus 12 ആണ്. 30 plus 12 വരുമോ? 30 വരുമോ? 12 വരുമോ? 12 ആണോ? 12 എടുക്കാവുള്ളൂ. 12 ടോട്ടൽ കേസ് ആണ് 30 times, and the number of 6 is in 8. If the die is thrown further 12 times, so N is equal to 12. And what is P? Sixes seen is 8. 16 ആണോ? 8 into Sixes seen 8 means 8 times sixes കണ്ടു. ടോട്ടൽ എത്ര പ്രാവശ്യം ഉണ്ട്? അവിടെ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ 30 times എടുക്കുക. ഇതൊരു സബ് കേസ് ആണ്, അതുകൊണ്ടാണ് N equal to 12 എടുത്ത്. ടോട്ടൽ 30 times 6 seen 8 means probability 8 by 30. P is equal to 8 by 30. P equal to 8 by 30, that is 4 by 15. So what is Q? Q
minus 1 minus 4 by 11 by 15. So here we need to find the sixes occur exactly twice, means probability of x is equal to r. So NCR, r is equal to 2. NCR, p raised to r, q raised to n minus r. Clear? ഇത് നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ അത് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ വേരിയൻസ് ഒന്ന് പറയാവോ? വാട്ട് ഈസ് വേരിയൻസ്? ഇക്വേഷൻ ഫോർ വേരിയൻസ് NPQ. NPQ, that is 12 into 4 by 15 into 11 by 15. And what is mean here? Equation for mean? Mean NP. NP. Okay, ആയോ? Is it clear? Yes, miss. Okay. Next question. Question number 9. Let x be a random variable following the binomial distribution. Mean and variance are given. What is the value of the number of trials n that you can solve? Mean and variance. Substitute the formula. Mean is given that 2000. So NP is 2000. Variance, that is NPQ 160. How we can find NPQ by N ചെയ്ത PQ? Sorry. How to find N? When NPQ divided by NP, we get Q. Right? NPQ is 160 by 2000. What is the value? 2000. അത് 2000 അല്ല 200. ചെയ്ത് നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ട് 2000 വരുമെന്ന്. What is the value? 0.08. നമുക്ക് ഇതിൽ മതി, ഫ്രാക്ഷനിൽ എടുത്തോളൂ. 2 by 25. 2 by 25. So this is Q. So P is what? 23 by 25. Now N into P is 2000. So here N into P, 23 by 25 is equal to 2000. into 25 divided by 23. Yeah, there is a mistake. 2000 alla 200 aanu ketta. Number of that means mean is not 2000, that is 200. 2000 itte cheyiditana kittathathu 200. So mean NP is equal to 200. Variance NPQ is equal to 160. So that is Q is equal to 160 by 200. 4 by 5. So P is equal to 1 by 5. NP equal to 200 means N into 1 by 5 is equal to 200. N is equal to 200 into 5, that is 1000. Okay. Okay, miss.
Everyone, is it clear? So next question. Next questions അടുത്ത ഡയറക്ഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, നാളെ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ പറഞ്ഞ പോർഷനില്? ബൈനോമിയലിലോ? എനിവൺ? Any doubts? ശ്രദ്ധയ്ക്കൊക്കെ ഉറക്കം വരുന്നു. Any doubts? പ്രണത പറയൂ. x=r വരുന്ന പോർഷൻ പറഞ്ഞുതരൂ. Yeah, that's a formula. ഫോർമുലയാണ് probability of x is equal to r. ഫോർമുല NCR p raised to r q raised to n minus r. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, എക്സാക്ട്ലി 2. സോ എക്സാക്ട്ലി 2 ടൈംസ് എന്ന് പറയുമ്പോൾ x is equal to 2 ആണ്, r എന്ന് പറയുന്നത് 2 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് r as 2. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മീൻസ് probability of r varies from 2 to 7 എന്ന് പറഞ്ഞു. That means probability of x greater than or equal to 2. x equal to 2 വരാം, x equal to 3 വരാം, like that. r means ആ തന്നിരിക്കുന്ന നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ അത് യൂസ് ചെയ്താണ് r എടുക്കുക. ഇപ്പൊ നമുക്ക് ഹെഡ് ആൻഡ് ടെയിൽ ടോസ് ചെയ്യണ ക്വസ്റ്റ്യൻ ഇല്ലേ, അതും ബൈനോമിയൽ വെച്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അവിടെ p is 1/2 and p is also 1/2. അത് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 ഡിസ്ട്രിബ്യൂഷൻ യൂസും ചെയ്തും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണെങ്കിൽ ബൈനോമിയൽ. അവിടെ ടോസ് ചെയ്യുമ്പോൾ നമ്മള് ട്രയൽ എത്ര എടുക്കുക? അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഏത് ക്വസ്റ്റിനോട് ചോദിച്ചതല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു കോയിൻ 6 ടൈംസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ടോസ് ചെയ്യുന്നതെങ്കിൽ n equal to 6. കോയിൻ ഒരു 10 ടൈംസ് ആണെങ്കിൽ n equal to 10. എത്ര ടൈംസ് ആണോ ടോസ് ചെയ്യുന്നത് അതാണ് ട്രയൽ. ഇപ്പൊ n equal to 2 വന്നാലും അപ്പൊ ചെയ്യാൻ പറ്റും? 2 വന്നു കഴിഞ്ഞാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സെയിം തന്നെ കിട്ടും, ചെറിയൊരു വാല്യൂലല്ലേ പോളൂ. നോ പ്രോബ്ലം. ഓക്കെ. ഈ സമ്മിന്റെ കേസൊക്കെ വരുമ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കുറച്ചു മുമ്പ് നമ്മളൊരു സം ചെയ്തില്ലേ, സം ഗ്രേറ്റർ ദാൻ 7. അത് നമുക്ക് എഴുതി ചെയ്താൽ മാത്രമേ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യാം. യു ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.